ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈ സ്ട്രിങ് ആർട്ട് എങ്ങനെയാണ് റിയലായിട്ട് ചെയ്യാന്നുള്ളതിൻ്റെ സ്റ്റെപ്സാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് കാണാൻ ആഗ്രഹമുള്ളവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ആദ്യം തന്നെ ഈ ഒരു കളർ കൊണ്ടാണ് നമ്മൾ സ്ട്രിങ് ആർട്ടിൻ്റെ ഫസ്റ്റ് സൈക്കിള് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓരോ സൈക്കിളും കംപ്ലീറ്റ് ചെയ്യണത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, ഗ്രാഫിക്കലായിട്ടുള്ള വീഡിയോ ചെയ്തത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ റിയലായിട്ട് എങ്ങനെയാണ് ചെയ്യാന്നുള്ളതിൻ്റെയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ടോട്ടൽ നമ്മൾ 7 കളേഴ്സാണ് ഇതിൽ യൂസ് ചെയ്യണത്. അതിൽ ഫസ്റ്റ് കളറാണ് ഇത്. അപ്പോൾ ആദ്യം തന്നെ നൂലുകൊണ്ട് നമ്മുടെ ഫസ്റ്റ് ഏതെങ്കിലും ഒരു നെയിൽ സെലക്ട് ചെയ്തിട്ട് ആ അണിമ നമ്മൾ ഈ നൂല് കെട്ടിട്ട് വയ്ക്കുക. പിന്നെ നമ്മൾ ഈ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പോലെ തന്നെ ഫസ്റ്റത്തെ അണിമെന്ന് സെക്കൻഡ് അണിമലേക്ക് കണക്ട് ചെയ്യുക, സെക്കൻഡ് അണിമെന്ന് ഫോർത്ത് അണിമലേക്ക് കണക്ട് ചെയ്യുക, അവിടുന്ന് തിരിച്ച് തേർഡ് അണിമലേക്ക് കണക്ട് ചെയ്യുക, തേർഡിൽ നിന്ന് സിക്സ്ത്തിലേക്ക്, സിക്സിൽ നിന്ന് 4ലേക്ക്, 4ൽ നിന്ന് 8ലേക്ക്, അങ്ങനെ കണക്ട് ചെയ്ത് പോവുക. ഈ കാണുന്ന പോലെ ഇങ്ങനെ കണക്ട് ചെയ്ത് പോവുക. അപ്പോൾ ഇതിൽ കണക്ട് ചെയ്യണത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഒരണി ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്ത അണിമലേക്ക് കണക്ട് ചെയ്യുക. അതായത് രണ്ട് പോയിൻ്റ് വെച്ച് ആഡ് ചെയ്ത് പോവുക ഫ്രണ്ടിൽ. ബാക്കിലത്തെ അണിമലേക്ക് തിരിച്ച് കണക്ട് ചെയ്യുമ്പോൾ ഓരോ പോയിൻ്റ് ആഡ് ചെയ്തിട്ട് വേണം ബാക്കിലത്തെ ആ ഒരു ലൈൻ വരാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് ഇത്ര സ്പീഡിലൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഞാനത് സ്പീഡ് കൂട്ടിയിട്ടൊക്കെ കാണും. നമ്മൾ പതുക്കെ സമയം എടുത്തിട്ട് ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. അപ്പോഴാണ് നമുക്കിത് കൂടുതലായിട്ട് ഇതിൻ്റെ ഈ ആർട്ട് ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഭാഗത്തൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്നത് കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഞാൻ കണക്ട് ചെയ്ത് വരുന്നത് എങ്ങനെയാണെന്നുള്ളത് ശരിക്ക് കാണാനുള്ളൊരു ആംഗിള് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. കുറച്ചും കൂടി അതിൻ്റെ സ്റ്റെപ്സ് ഇങ്ങനെ കയറി വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഗ്യാപ്പ് ഇങ്ങനെ കൂടി വരും. നമ്മൾ കണക്ട് ചെയ്യണ രണ്ടാണികൾ തമ്മിലുള്ള ഗ്യാപ്സ് കൂടി വരും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സ്റ്റെപ്സ് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ എത്തിയപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും. നമ്മൾ ഓരോ അണി ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്ത അണിമേലേക്ക് കണക്ട് ചെയ്ത് പോകുന്നു ഫ്രണ്ടിൽ. തിരിച്ച് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഗ്യാപ്പ് ഇടാതെ ഓരോ അണിമേലേക്ക് കണക്ട് ചെയ്ത് വരുന്നു. ഇത് നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് വരുമ്പോൾ ഒരു കർവ്ഡായിട്ടുള്ളൊരു ഡിസൈനാണ് നമുക്ക് കിട്ടുക. അത് ഒരു നല്ല രസമുള്ള ഒരു ഡിസൈനാണ് കിട്ടുക. ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് ടിപ്സൊക്കെ പറഞ്ഞുതരാം. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ അതെങ്ങനെയാണ് നമ്മൾ അത് റെഡിയാക്കിയിട്ട് വീണ്ടും എങ്ങനെയാണ് കണ്ടിന്യൂ ചെയ്ത് പോകേണ്ടതെന്നുള്ളത് നമ്മൾ ഇതിൽ കാണിക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു പ്രശ്നം നമ്മൾ നേരിടാൻ പോകുന്നത്, നമ്മളിപ്പോൾ നോക്കിയാൽ അറിയാം, അതിങ്ങനെ ഒരു കെട്ട് പോലെ ഇങ്ങനെ ആ നൂലും ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ ചെറിയ കെട്ട് വന്നപ്പോൾ ഞാൻ അത് പിടിച്ച് വലിച്ച് റെഡിയാക്കിയപ്പോൾ അത് കെട്ടും കൂടി ഊരി പോന്നു, കുഴപ്പമില്ലാണ്ട് വന്നു.
അത് നമ്മൾ ചെറിയ കെട്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു സൈഡ് വലിച്ചിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ഇങ്ങനെ ഊരി പോന്നോളും, കെട്ടാവാണ്ട് ഇങ്ങോട്ട് ഊരി പോരും. പക്ഷെ നമ്മൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ ആ കെട്ട് ഇനിയിങ്ങനെ കൂടി കൂടി വരും. അങ്ങനെ പ്രശ്നമായി നിൽക്കുമ്പോൾ എന്തുണ്ടാവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ഇതാ ഈ കാണുന്ന പോലെ നന്നായിട്ട് കെട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പിടിച്ച് വലിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്നുണ്ടെങ്കിൽ ഈ നൂല് അവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് നമ്മൾ ചുറ്റിയിട്ടുള്ള ആണിമ ഈ നൂല് കെട്ടി വയ്ക്കും. എന്നിട്ട് അവിടെ നിന്ന് രണ്ടാമത് കണക്ട് ചെയ്തിട്ട് എവിടെയാണോ നമ്മൾ നിർത്തിയ ആണിമ രണ്ടാമത് കണക്ട് ചെയ്തിട്ട് വീണ്ടും നമ്മൾ അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഞാനപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ തിരിച്ച് വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ കറക്റ്റായിട്ട് ആ ചുറ്റി വരണത് നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റില്ല. ഇവിടെയൊക്കെ എത്തിയപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ആ കണക്ട് ചെയ്യണ ആണികൾ തമ്മിലുള്ള ഗ്യാപ്പ് ഭയങ്കരമായിട്ട് കൂടി. അപ്പോൾ കർവ് ഇങ്ങനെ വലുതായിട്ട് വരും. അപ്പോൾ മറ്റുള്ള കളറുകളും നമ്മൾ സെയിം സ്റ്റെപ്സാണ്, സ്റ്റെപ്സിൽ യാതൊരു വ്യത്യാസവും ഇല്ല, കളറ് മാത്രമാണ് ചേഞ്ച് ഉള്ളത്. വേറെ സ്റ്റെപ്സ് എല്ലാം സെയിം ആണ്. കളറും സ്റ്റാർട്ടിങ് പൊസിഷനും ആണ് ചേഞ്ച് ആവുക, വേറെ ഒരു ചേഞ്ചും ഇല്ല ഇതിൽ. അപ്പോൾ സ്റ്റാർട്ടിങ് പൊസിഷൻ എങ്ങനെയാണ് മാറുക എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അത് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ അത് കണ്ടിട്ടുണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ഓരോ കളറും എങ്ങനെയാണ് ചെയ്യാമെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാവും.
അപ്പോൾ നമ്മുടെ ആർട്ട് ഏകദേശം ഫസ്റ്റത്തെ കളർ കൊണ്ടുള്ള ഫസ്റ്റ് സൈക്കിള് ഏകദേശം കഴിയാറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടിങ് പൊസിഷനിൽ ഇത് വീണ്ടും ആ നൂല് തിരിച്ചെത്തുമ്പോൾ അവിടെ അത് ടൈ ചെയ്ത് വയ്ക്കാം. നമ്മളിവിടെ ഈ നൂലിൻ്റെ അറ്റം ഇവിടെ ടൈ ചെയ്ത് വയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതുപോലൊരു റിസൾട്ടാണ് ഫസ്റ്റ് കളർ കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക. ഇങ്ങനെ ഒരു കർവ് ഇങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ ചെറിയ കർവായി വന്ന് പിന്നെ അതൊരു വലിയ കർവായിട്ട് ഇങ്ങനെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഇത്രയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.